അപ്പൊ അങ്ങനെ അടുത്ത ഓഫ് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് ഡാർട്ട് ഫോർഡ് വന്നേക്കണം. വേറെ ഒന്നുമല്ല, എല്ലാരും കൂടി ഡാർട്ട് ഡോർ പോകാന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ എപ്പോഴത്തെ പോലെ തന്നെ എന്റർപ്രൈസിൽ തന്നെ വണ്ടി എടുത്തത്. പക്ഷേ ഈ പ്രാവശ്യം എടുത്തേക്കുന്ന ഒരു 9 സീറ്റ് വണ്ടിയാണ്. വേറെ ഒന്നുമല്ല, ആൾക്കാർ കൂടുതലാണ്. കാര്യം കൂട്ടത്തിൽ 2 പിള്ളേരാണെങ്കിൽ പോലും പിള്ളേരെ ഇവിടുത്തെ നിയമം വെച്ച് സീറ്റിൽ, അതും പിള്ളേരുടെ ചൈൽഡ് സീറ്റിൽ ഇരുത്തണമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 9 സീറ്റ് വണ്ടി വേണം. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ പറഞ്ഞതിന് ലേറ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഞാൻ പിന്നെ ഡ്രൈവിംഗ് സീറ്റ് അങ്ങോട്ട് തുറന്ന് ആദ്യം തന്നെ കയറിയിരുന്നു. വേറെ ഒന്നല്ല, ഞാൻ തന്നെ വണ്ടി ഓടിക്കണമല്ലോ. പിന്നെ പോണതിന് മുമ്പായിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തു. വേറെ ഒന്നല്ല, വണ്ടി ഓടിക്കണതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ പാർക്കിങ്ങിന്റെ റേറ്റ് ആണ് നോക്കിയത്. നമുക്ക് ഇറങ്ങുന്ന സമയത്ത് പേ ചെയ്താൽ മതിയെങ്കിലും നേരത്തെ അറിഞ്ഞു വെക്കണം നല്ലതാണല്ലോ. പിന്നെ വണ്ടിയൊക്കെ ഞാൻ പാർക്ക് ചെയ്ത് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി തുടങ്ങി. ലാസ്റ്റാണ് ഞാൻ പോയത്. വേറെ ഒന്നല്ല, വണ്ടിയുടെ കീ എൻ്റെ കയ്യിലാണല്ലോ. അപ്പൊ വണ്ടി ലോക്ക് ചെയ്തിട്ട് വേണമല്ലോ ഇറങ്ങാനായിട്ട്. കാര്യം ഡാർട്ട് ഡോർ കാണാനൊക്കെ രസമാണെന്നുണ്ടെങ്കിലും ഈ ഇറക്കവും തിരിച്ചുള്ള കയറ്റവും ഒട്ടും രസമില്ലാത്ത പരിപാടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ പിള്ളേരുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കാലൊക്കെ പയ്യെ വിറച്ചൊക്കെ തുടങ്ങി ഇറങ്ങി. ഇതാണ് നമ്മുടെ ജിത്തുചാന്റെ 2ാമത്തെ കൊച്ചട്ട. അങ്ങനെ കൊച്ചിനെ ഞങ്ങൾ ഇതുവരെയായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കൊച്ചിനെ കാണാനും കൂടിയാണ് ഞാൻ ആദ്യം ഡാർട്ട് ഫോർഡിലോട്ട് പോയത്. ആ പോയ പോക്ക് ഞങ്ങൾ ഇപ്പൊ ഡാർട്ട് ഡോറാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഒരു 3-4 പേര് ആദ്യം അവിടെ എത്തിയെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്ത് നിന്ന്. കാരണം എല്ലാവരും കൂടി നിലത്തൊട്ടിഞ്ഞ് ബീച്ചിലോട്ട് ഇറങ്ങാനായിട്ടുണ്ട്. ഈ ബീച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ മണ്ണൊന്നുമല്ല, ചെറിയ ചെറിയ ഉരുളൻ കല്ലുകളൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെരുപ്പില്ലാണ്ട് അതിൽ കൂടെ നടക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നല്ല, കാലിനടിയിലേക്ക് കുത്തിക്കയറും. ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നടക്കുമ്പോഴേ ഞങ്ങളുടെ കാലിനടിയിലൊക്കെ നല്ല രീതിക്ക് കല്ലുത്തിക്കൊള്ളുണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ചേരം നടക്കണമെന്നുണ്ടെങ്കിൽ വലിയ വിഷയം ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കാലിനടിയിൽ എന്താണ് പോലെയൊക്കെ തോന്നി തുടങ്ങും. നമുക്ക് ബീച്ചിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും വെള്ളത്തിൽ ഇറങ്ങണമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റ് ഒന്ന് കാല് നനച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ സംഗതി പിടിയിട്ട്. വേറെ ഒന്നുമില്ല, വെള്ളത്തിന് ഒടുക്കത്തെ തണുപ്പാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങാന്നുള്ള പരിപാടി മാറ്റി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ബീച്ചിൽ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് ഇരുന്ന്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ജിത്തുചാരനും കൂടി ഉണ്ടല്ലോ അവിടെ അങ്ങോട്ട് കിടന്ന്. സംഗതി നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, കല്ലിന്റെ മുകളിൽ ഇങ്ങനെ നിവർന്ന് കിടക്കാനായിട്ട്. ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ പയ്യെ മുകളിലോട്ട് നീങ്ങാന്നുള്ള പരിപാടിയിലായി. അതിന്റെ ആദ്യ പടി എന്നോണം ഈ കാണുന്ന പടികളെല്ലാം കയറി ഞങ്ങൾ മുകളിൽ വന്ന്. ആ മോള് വന്നു കഴിഞ്ഞപ്പോ തന്നെ എല്ലാവരുടെയും പാതിജീവൻ പോയായിരുന്നു കേട്ടോ. ബാക്കിയുള്ള കയറ്റം ഞാനും ജിത്തുചാനും കൂടി ഒരുമിച്ചാണ് കൊച്ചിനെ പിടിച്ചുകൊണ്ട് മുകളിലോട്ട് കയറിയത്. അപ്പൊ ഇവിടെ വന്ന എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കുറച്ച് കുടിവെള്ളം കൂടുതൽ കയ്യിൽ കരുതിക്കോട്ടെ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. വേറെ ഒന്നല്ല, കൊച്ചിനെ പിടിച്ച് കയറണം.